ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഐ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ടൈറ്റിൽ വിന്നേഴ്സ്, അതായത് ചാമ്പ്യന്മാർ ആരാകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. 19 മത്സരങ്ങൾ പൂർത്തീകരിച്ച മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും അതേപോലെ തന്നെ ചെന്നൈ സിറ്റി എഫ് സിയുമാണ് ടൈറ്റിൽ റേസിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മിനർവ പഞ്ചാബിനെ 1-0 പരാജയപ്പെടുത്തിയാണ് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു റണ്ണിൽ ചെന്നൈ സിറ്റി എഫ് സിക്ക് ഒപ്പമുണ്ടെന്ന് തെളിയിച്ചത്. ചെന്നൈ സിറ്റി എഫ് സി ആകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ വിജയിച്ചിരുന്നെങ്കിൽ കിരീടം ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു മത്സരത്തിൽ 3-2 ചെന്നൈ സിറ്റി എഫ് സി പരാജയപ്പെടുകയായിരുന്നു. മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ചർച്ചിൽ ബ്രദേഴ്സിന് 34 പോയിൻ്റാണുള്ളത്. അവർക്ക് ഏതായിരുന്നാലും ഇവർ രണ്ടുപേരെയും എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. കാരണം 19 മത്സരങ്ങളിൽ നിന്നും ചെന്നൈ സിറ്റി എഫ് സിക്ക് 40 പോയിന്റും അതേപോലെ 19 മത്സരങ്ങളിൽ നിന്ന് തന്നെ ഈസ്റ്റ് ബംഗാളിന് 39 പോയിന്റുമാണുള്ളത്. കഴിഞ്ഞ വട്ടം ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുമ്പോഴത്തേക്കും 4 ടീമുകളായിരുന്നു കിരീട സാധ്യതകളിൽ ഉണ്ടായിരുന്നത്. അത് മിനർവ പഞ്ചാബ്, നെറോക്ക, ഈസ്റ്റ് ബംഗാൾ അതേപോലെ മോഹൻ ബഗാൻ ആയിരുന്നു. ഇത്തവണ എത്തുമ്പോൾ 2 ടീമുകൾ മാത്രമാണുള്ളത്. ഏതായാലും ഡിഫെൻഡിങ് ചാമ്പ്യൻസായ മിനർവ പഞ്ചാബിന് ഫൈനൽ റൗണ്ട്സിലേക്ക് വരുമ്പോൾ ഒരു കീ റോൾ ഉണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് അവർ കളിച്ചത്. ആ മത്സരം പരാജയപ്പെട്ടിരുന്നു. ഇനി ശനിയാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചെന്നൈ സിറ്റി എഫ് സിക്കെതിരെയാണ് മത്സരം. ശനിയാഴ്ച 5 മണിക്കാണ് മത്സരം നടക്കുന്നത്, 9-ാം തീയതി മാർച്ച് 9-ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കുന്ന ദിവസം അതേ സമയം തന്നെ ആയിരിക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരവും നടക്കുക. ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരം ഗോകുലം എഫ് സിക്കെതിരെയാണ്. ഇനി നമുക്ക് നോക്കാം ആരാകും ചാമ്പ്യന്മാർ. ചെന്നൈ സിറ്റി എഫ് സിയെ പറ്റി പറയുമ്പോൾ ചെന്നൈ സിറ്റി ഒരു മികച്ച തുടക്കമാണ് കിട്ടിയത്. ഒരു അൺബീറ്റൻ റണ്ണൊക്കെ നടത്തി ആണ് കോച്ച് അക്ബർ നവാസാണ് സ്പാനിഷ് കോച്ച് അവരുടെ മുന്നിൽ ഒരു മുന്നേറ്റം നടത്തിയത്. പക്ഷേ ഇടയ്ക്ക് ചില തോൽവികളും നിർഭാഗ്യവശമുള്ള ചില സമനിലകളൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ ആകട്ടെ നല്ല തുടക്കം കിട്ടി. പക്ഷേ ഇടയ്ക്ക് ചില മത്സരങ്ങൾ അപ്രതീക്ഷിതമായ ചില മത്സരങ്ങൾ സമനിലയിലും തോൽവിയിലും ഒക്കെ വഴങ്ങേണ്ടി വന്നു. ഏതാണ്ടും അവസാനം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മികച്ച മുന്നേറ്റം നടത്തിയിട്ടാണ് അവർ ഈ ഒരു റേസിൽ ചെന്നൈ സിറ്റി എഫ് സിക്ക് ഒപ്പം എത്തിയത്. ഇനി നമുക്ക് കിരീടം നേടാനുള്ള സാധ്യതകൾ, ഇരു ടീമുകളുടെ വിജയപരാജയങ്ങളിലെ കാര്യങ്ങളിലേക്കൊന്ന് നമുക്ക് കണ്ണുപിടിക്കാം. ആദ്യം ചെന്നൈ സിറ്റി എഫ് സി അടുത്ത മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ചാമ്പ്യന്മാരാകും. കാരണം ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ചെന്നൈ സിറ്റി എഫ് സി വിജയിച്ചാൽ 43 പോയിന്റുകൾ ചെന്നൈ സിറ്റി എഫ് സിക്ക് ലഭിക്കും. ഈസ്റ്റ് ബംഗാളിന് ലഭിക്കാവുന്ന മാക്സിമം പോയിന്റ് 42 പോയിന്റാണ്. ഇനി അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ച് ചെന്നൈ സിറ്റി പരാജയപ്പെടുകയോ ഡ്രോ ആവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരാകും. ഈസ്റ്റ് ബംഗാൾ ഇതുവരെ ചാമ്പ്യന്മാരാകാത്ത ടീമാണ്. വളരെ ഹിസ്റ്ററി പറയാനുള്ള ഒരു ടീമാണ്. പക്ഷേ ഇതേവരെ അവർക്ക് ഐ ലീഗ് ടൈറ്റിൽ നേടാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തൊരു മത്സരത്തിൽ ഇരു ടീമുകളും ഡ്രോ ആയി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ എന്താവും. ഇരു ടീമുകളും ഡ്രോ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെന്നൈ സിറ്റി എഫ് സി തന്നെയായിരിക്കും കിരീടം നേടുക. കാരണം ഡ്രോ ആയാൽ ഇരു ടീമുകളിലും ലഭിക്കാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിന് 40 പോയിന്റും അതേപോലെ തന്നെ ചെന്നൈ സിറ്റി എഫ് സിക്ക് 41 പോയിന്റുമാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ സിറ്റി എഫ് സി ചാമ്പ്യന്മാരാകും. ഇനി അടുത്ത മത്സരത്തിൽ ചെന്നൈ സിറ്റി എഫ് സി പരാജയപ്പെട്ട് ഈസ്റ്റ് ബംഗാൾ ഡ്രോ ആയി കഴിഞ്ഞാൽ ഇരു ടീമുകൾക്കും 40 പോയിന്റ് ആകും. അപ്പോഴും ചാമ്പ്യന്മാരാകുന്നത് ചെന്നൈ സിറ്റി എഫ് സി ആയിരിക്കും. കാരണം ഗോൾ ഡിഫറൻസ് നോക്കുമ്പോൾ അവരാണ് മുന്നിൽ നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 60% ചാൻസ് ചെന്നൈ സിറ്റി എഫ് സിക്കും അതേപോലെ തന്നെ 40% ചാൻസ് ഈസ്റ്റ് ബംഗാളിനുമാണുള്ളത്. എന്നിരുന്നാലും ഇതൊക്കെ എൻ്റെ ഒരു ശതമാനക്കണക്കുകളാണ്. കാരണം അടുത്ത മത്സരത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ണുനട്ട് തന്നെ കാത്തിരിക്കാം. ഏതായാലും ഇരു ടീമുകളുടെയും ശക്തി കേന്ദ്രങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈ സിറ്റി എഫ് സി ഒരു സ്പാനിഷ് ഫ്ലേവറിലാണ് സിംഗപ്പൂർ കോച്ചായ അക്ബർ നവാസിൻ്റെ കീഴിലിറങ്ങിയത്. അവരുടെ പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ പെഡ്രോ മാൻസി, നെസ്റ്റർ ഗോഡില, സാൻഡ്രോ റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ 3 സ്പാനിഷ് താരങ്ങളാണ്. പെഡ്രോ മാൻസിയാണ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ വിലിസ് പ്ലാസയ്ക്കൊപ്പം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ ലാൽദ്വാമാവിയ റാൾട്ടെ അതേപോലെ ജോബി ജസ്റ്റിൻ ഈ കൂട്ടുകെട്ടിലേക്ക് എൻറിക്കെ എസ്കേഡ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ താരം എത്തിയപ്പോഴാണ് ഇവരുടെ ഒരു ടീമിൻ്റെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായത്. അദ്ദേഹം 13 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളാണ് നേടിയത്. ജോബി ജസ്റ്റിനും ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണുള്ളത്. തൊട്ട് താഴെ ലാൽദ്വാമാവിയ റാൾട്ടയും ഉണ്ട്. മാത്രമല്ല ടോണി ഡോവാലെ അതേപോലെ ജെയ്മി സാൻഡോസ് എന്ന് പറയുന്ന 2 സ്പാനിഷ് താരങ്ങൾ മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ ഈസ്റ്റ് ബംഗാൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു കീ പ്ലെയർ ആയിട്ടുള്ള ജോബി ജസ്റ്റ് മലയാളി താരമാണ്. അദ്ദേഹത്തിന് ഒരു അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ കാരണം കളിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചിരുന്നില്ല. അതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു നിരാശാജനകമായ ഒരു കാര്യം. പക്ഷേ എസ്ക്വേഡയും ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചതിൽ ആൾട്ടയും ഡൊവാലയും നേരത്തെ പറഞ്ഞ പോലെ സാന്റോസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അക്കോസ്റ്റ ആണ് ഡിഫൻസിൽ, അതേപോലെ ബോർഹ ഉണ്ട് ഡിഫൻസിൽ. അതുകൊണ്ട് അവരൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബി ബഷർ ഫാൻ സൈനിങ് ഓഫ്.